ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണണേ. പിന്നെന്താ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ കുറെ പേര് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ കുറെ ദിവസമായിട്ട് അടുക്കള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പൊ ഇന്ന് ഒരു അടുക്കള വിശേഷം തന്നെയാണ്. കുറച്ച് കുക്കിങ്ങും ചെറിയ തരത്തിലുള്ള കുക്കിംഗ് കേട്ടോ. അങ്ങനെ കുക്കിങ്ങും ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് കുക്കിംഗ് എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയും കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കടല ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ഒന്ന് ഞാനൊരു 7 മണിയായിട്ട് എണീച്ച് പിന്നെ കടല കുക്കറിൽ വെച്ചു. പിന്നെ അതിന് ശേഷം ഷോപ്പൊക്കെ തുറന്നു വെച്ചു കേട്ടോ. അപ്പൊ ഷോപ്പ് തുറന്നു വെക്കണ പണിയും കഴിഞ്ഞു. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്കുള്ള കടലക്കറി കടല വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനുള്ള മസാല ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് സവാളയും പിന്നെ അതുപോലെ തന്നെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് അരച്ചിട്ട് നമുക്ക് കടലക്കറി വെക്കാം. ഞാൻ എപ്പോഴും വെക്കണ പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി നോക്കാം. എന്തായാലും മോൾക്ക് ലീവൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ കുറച്ച് മെല്ലെയാണ് കേട്ടോ വെക്കുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ രാവിലെ എണീച്ചതും അടുക്കളയിൽ ഭയങ്കര ഒരു തിരക്കാണ് കേട്ടോ. രാവിലേക്ക് ഉണ്ടാക്കലും ഉച്ചയ്ക്ക് വയ്ക്കലും എല്ലാം കൂടി 10 മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിയും. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നല്ല കേട്ടോ. ഇപ്പൊ കുറച്ച് മെല്ലെയാണ് പണികളൊക്കെ ചെയ്യുന്നത്. രാവിലെ ഇപ്പൊ ലീവ് ആയതുകൊണ്ട് തന്നെ രാവിലത്തെ മാത്രം ഇപ്പൊ നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ളത് കുറച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നിട്ട് വെക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കടലക്കറി വെക്കാനുള്ള പണി നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ കടലക്കറിക്കുള്ള സവാള 2 എടുത്തിട്ടുണ്ട്. ഒരു വലുതും പിന്നെ ഒരു ചെറുതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് അരിഞ്ഞിട്ട് പിന്നെ നമുക്ക് വഴറ്റാൻ വെക്കാം. അപ്പൊ മാവ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പുറത്തെടുത്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നല്ല തണുപ്പല്ലേ, തണുപ്പ് മാറിയാലേ നമുക്ക് ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു ഇതുണ്ടാവുള്ളൂ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് നമുക്ക് ദോശ ഉണ്ടാക്കിയാലേ, ദോശയാണെങ്കിലും ശരി ഇഡ്ഡലി ആണെങ്കിലും ശരി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതും ഉണ്ടാക്കാൻ പാടില്ല. കുറച്ചൊന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ തണുപ്പൊക്കെ പോയ ശേഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴതൊന്ന് നന്നായി വരുള്ളൂ. അപ്പൊ ഞാൻ അതൊന്ന് വഴറ്റിയിട്ട് വരാം. അപ്പൊ നമ്മൾ സവാളയും തക്കാളിയും വെളുത്തുള്ളി പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല നോക്കിയപ്പോ ഉണ്ടായിരുന്നില്ല. കുറച്ച് എന്തായാലും ചിക്കൻ മസാല ഇടണം കേട്ടോ, അപ്പോഴേ നല്ല മണം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയപ്പോ ചിക്കൻ മസാല ഒന്നും കാണാനില്ല. അപ്പൊ ഞാൻ എന്തായാലും പോയി കടയ്ക്ക് പോയിട്ട് ചിക്കൻ മസാല വാങ്ങിട്ട് വരാം കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയല്ലേ. മോളാണെങ്കിൽ എണീച്ചിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ അവളെ വിടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും പോയി വാങ്ങിട്ട് വരാം കേട്ടോ. അപ്പൊ അതാ കടയ്ക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധനം കഴിഞ്ഞെന്ന് വെച്ചാൽ വേഗം പോയി വാങ്ങിച്ചു തരാം. പിന്നെ അതാണ് ഉണ്ടായത്. ചിക്കൻ മസാല ഉണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ 10 രൂപയുടെ ചെറിയ പാക്കറ്റ് 2 വാങ്ങിച്ചു. പിന്നെ ഒരു ഇഡ്ഡലിപ്പൊടി വാങ്ങിച്ചു കേട്ടോ. ഇഡ്ഡലിപ്പൊടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇഡ്ഡലിപ്പൊടി 1 വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചത്, പിന്നെ 2 നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലപ്പരിപ്പ് വാങ്ങിച്ചു കേട്ടോ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഞാൻ കുറച്ച് കുക്കിംഗ് അല്ല, ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എന്താന്ന് വെച്ചാല് ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ. ഇഡ്ഡലിപ്പൊടി നമ്മളിപ്പോ കടയിൽ നിന്നാണ് ഒരു പാക്കറ്റ് വാങ്ങിച്ചത്. ഇപ്പൊ വീട്ടിൽ പൊടിക്കാറുണ്ട്, പക്ഷെ കുറെ ആയി പൊടിച്ചിട്ട് കേട്ടോ. അമ്മയൊക്കെ ഉള്ളപ്പോ പൊടിച്ചതാണ്, പിന്നെ ഒന്നും പൊടിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഇഡ്ഡലിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അത് ഒരു അടിപൊളി എന്താ പറയാ, പാലക്കാട് സൈഡില് ഇഡ്ഡലിപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ, അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് പറഞ്ഞുതരാം. അപ്പൊ അതിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. കടലപ്പരിപ്പ് അതിനു വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ വേണം. അത് നമുക്ക് എന്തായാലും ഈ പണികളൊക്കെ കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്തായാലും കടലക്കറിയിലോട്ട് പോവാം കേട്ടോ. അപ്പൊ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങയും അരച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ചാറ് കുറച്ച് അധികം വേണം കേട്ടോ. ഉച്ചയ്ക്കും വേണം വൈകുന്നേരത്തേക്കും വേണം. അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട്. എന്തായാലും ഇത് ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതാ കടുക് താളിച്ചിട്ട് ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ആ മസാലയും പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ചാറൊന്ന് കലക്കി വെക്കാം കേട്ടോ. ഇനി ഒരു 2-3 തിള വന്നതും ഓഫാക്കാം. അപ്പൊ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് നന്നായി കലക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ചേർത്ത് കലക്കി വെക്കട്ടെ കേട്ടോ.
അതാ നമ്മുടെ കടലക്കറി ഇതാ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കുറച്ചു നേരം കൂടി തിളച്ച ശേഷം നമുക്കിത് ഓഫാക്കി വെക്കാം. അപ്പൊ ഞാൻ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ചായയൊക്കെ കുടിക്കണം. അപ്പൊ ദോശ കഴിക്കുമ്പോഴാണ് ഇപ്പൊ ഞാൻ സാധാരണ രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് സാധാരണ ഇപ്പൊ ചായ കുടിക്കുന്നത് കേട്ടോ. രാവിലെ വെള്ളം കുടിച്ചാണ് നേരത്തെ. അപ്പൊ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ ചായ കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകലും കുറച്ച് ഒരു പണിയുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കി, കടലക്കറിയും കൂട്ടി എല്ലാം കഴിച്ചു. പിന്നെ ചോറും വെച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് മുട്ടക്കറിയാണ്, അത് വെക്കണം. പിന്നെ അടുക്കള ക്ലീനിങ് പണികളെല്ലാം കഴിഞ്ഞു. ഇതാകണ്ടില്ല എല്ലാവരുടെയും ക്ലീൻ ആക്കി കഴിഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കണമെന്ന്. അപ്പൊ അതുമായിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇഡ്ഡലിപ്പൊടി, പാലക്കാടൻ ഇഡ്ഡലിപ്പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് അപ്പൊ ഞാൻ സാരിയിലാണ്. അപ്പൊ കുറെ ദിവസമായി സാരിയൊക്കെ എടുത്തിട്ട് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് പറഞ്ഞ സാരിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഞാൻ സാരിയൊക്കെ എടുക്കുന്നത് കേട്ടോ, വീഡിയോ എടുക്കുമ്പോ. അപ്പൊ എന്തായാലും നമുക്ക് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. പാലക്കാടൻ ഇഡ്ഡലിപ്പൊടിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പയറ് വർഗ്ഗങ്ങളൊക്കെ വേണം, അതൊക്കെയാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിട്ട് വരാം. അപ്പൊ നമുക്ക് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ചാല്, അപ്പൊ ഞാൻ രാവിലെ കുറച്ച് കടലപ്പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വേണം. പിന്നെ ഉണക്കമുളക് കേട്ടോ, ഉണക്കമുളക് വേണം. കുരുമുളക് വേണം. പിന്നെ കുറച്ച് ജീരകം വേണം. പിന്നെ കറിവേപ്പില, പിന്നെ അരി വേണം കേട്ടോ. നമ്മൾ ചോറ് വെക്കണ അരി ഏതായാലും കുഴപ്പമില്ല, അത് വേണം കേട്ടോ കുറച്ച്. പിന്നെ വേണ്ടത് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ ഉഴുന്ന് വേണം കേട്ടോ, ഉഴുന്ന്. പിന്നെ ഉഴുന്ന് ഞാൻ എടുക്കാതെ അവിടെ ബക്കറ്റിലാണ് കേട്ടോ. അപ്പൊ അത് എടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് അത് എങ്ങനെ വറക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം അതിനൊരു ചീൻചട്ടി എടുക്കാം കേട്ടോ. അപ്പൊ ഇതിലാണ് നമ്മൾ ഇഡ്ഡലിപ്പൊടിക്കുള്ള സാധനങ്ങളൊക്കെ വറക്കാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് മതി കേട്ടോ, കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫസ്റ്റ് നമുക്ക് എന്താണ് വറുക്കുന്നത് വെച്ചാൽ ഉണക്കമുളകാണ് കേട്ടോ. നമുക്ക് എരിവിനനുസരിച്ചുള്ള ഉണക്കമുളക് എടുക്കാം കേട്ടോ. നമ്മൾ എത്ര പൊടിയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മുളക് എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 10 മുളക് നോക്കട്ടെ കേട്ടോ, എത്രയാണ് അരി എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം. അപ്പൊ ഞാൻ ഇത് ഉണക്കമുളക് ഇത് എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആദ്യം എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഇത് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം. ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. ഇനി നമുക്ക് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഒന്നിന് നമുക്ക് എണ്ണ ആവശ്യമില്ല, ഈ ഒരു എണ്ണ മാത്രം മതി കേട്ടോ. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതിനെ മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ നമ്മളിതാ മുളക് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് കടലപ്പരിപ്പ് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ നമുക്കത് തുടച്ച് കളയാം, അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും എണ്ണനെ കുറച്ചൊന്ന് തുടച്ച് കളയട്ടെ കേട്ടോ. ഇത്തിരി എണ്ണ എടുക്കുക, ഒരുപാട് എണ്ണ വേണ്ട. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരുപാട് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല, അങ്ങനെ ഒരു ലെവലില് ഒരു ബ്രൗൺ കളർ വരുന്ന പോലെ നമുക്കിങ്ങനെ വറുത്തെടുക്കാം. അപ്പൊ അതാ നമുക്കിനി കടലപ്പരിപ്പ് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനി ഇതൊരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്ക് വറുക്കാം. ഒരുപാട് കരിയേണ്ട ആവശ്യമില്ല. ഇത്തിരി ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന പോലെ നമുക്ക് ഇതിനെ വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ചോറായി, പിന്നെ കറി വന്നിട്ട് മുട്ടയാണ് കേട്ടോ. മുട്ട മസാലയാണ് വെക്കുന്നത്. അപ്പൊ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെന്തായാലും വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാ വിചാരിച്ചിട്ടാണ്. അതിന് കഴിക്കാൻ പോകുമ്പോൾ ചെയ്താലേ ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ. അത് മുട്ട വേവിച്ചിട്ട് മസാലയൊക്കെ പരത്തിട്ട് എണ്ണയിൽ ചുട്ടെടുക്കല്ല, എണ്ണയിൽ വറുത്തെടുക്കുക കേട്ടോ. അപ്പൊ അത് നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ഉണ്ടാക്കിയാലേ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും ഇഡ്ലിപ്പൊടി ഉണ്ടാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കരിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ഇത്തിരി ഒന്ന് വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പൊ ഇതാ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ. കടലപ്പരിപ്പ് ഒരു ബ്രൗൺ കളറും കുറച്ചൊന്ന് മുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മാറ്റിയിട്ട് ഉഴുന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഒരു കിണ്ണത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു കിണ്ണത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉഴുന്നെടുക്കാം കേട്ടോ വറുക്കാനായിട്ട്. ഞാൻ ഇവിടെ വെള്ള ഉഴുന്നാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ഇഡ്ലിക്കൊക്കെ ഇടില്ല സാധാ ഉഴുന്ന്, അതന്നെയാണ് കേട്ടോ. അപ്പൊ അതിപ്പോ നമ്മൾ കടലപ്പരിപ്പ് എടുത്തില്ലേ, അതേ അളവിലെടുക്കാം കേട്ടോ. പിന്നെ അതാ കടലപ്പരിപ്പൊക്കെ നല്ല ബ്രൗൺ കളർ വന്നു. ചിലത് കുറച്ച് കരിഞ്ഞു കേട്ടോ, അത് കുഴപ്പമില്ല. അപ്പൊ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന് കേട്ടോ, ഉഴുന്ന് ഇതുപോലെ വറുത്തെടുക്കാം. കടലപ്പരിപ്പ് എടുത്ത പോലെ തന്നെ ഉഴുന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളർ വരുന്ന പോലെ ഇതിനെ ഒന്ന് വറുത്തെടുക്കുക. അപ്പൊ ഉഴുന്ന് അതുപോലെ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ള ഉഴുന്ന്. അപ്പൊ ഇത് ഇനിയും ഒരു ബ്രൗൺ കളർ വരുന്ന പോലെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ ഇഡ്ലിപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ദോശയ്ക്ക് ആയാലും, ഇഡ്ലിക്ക് മാത്രമല്ല കേട്ടോ, ദോശയ്ക്കും കഴിക്കാം. പിന്നെ ഞാൻ ചിലപ്പോ ചോറിനൊക്കെ ഇല്ലേ, ചോറിന് കറിയൊന്നും അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിനൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അപ്പൊ ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും മാത്രമല്ല, ഞാൻ ചിലപ്പോൾ ചോറിനും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ലിപ്പൊടിയാണ് കേട്ടോ അപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാലക്കാടൻ ഇഡ്ലിപ്പൊടിയാണ്. അപ്പൊ ഉഴുന്ന് നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. കുരുമുളകും ജീരകവും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ ഉഴുന്നും കടലപ്പരിപ്പും പിന്നെ എന്താ പറയാ മുളകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് കേട്ടോ, കുരുമുളകും ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ. കുരുമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങനെയൊന്നും ഇടണ്ട, നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ജീരകം ഇടാം. കുരുമുളക് ഒന്ന് ചൂടായ ശേഷം ജീരകം ഇടാം കേട്ടോ, അല്ലെങ്കിൽ ജീരകം അങ്ങനെ കരിഞ്ഞു പോകും. അപ്പൊ ജീരകം, കുരുമുളക്, ഉണക്കമുളക് അതൊക്കെയാണ് എരിവിന് കേട്ടോ. നമുക്കിതിന് ആവശ്യമുള്ളത്. ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരു മണത്തിന് വേണ്ടി പേരിന് കേട്ടോ. അപ്പൊ ഇതെല്ലാം വറുത്ത് കഴിഞ്ഞ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അരിയാണ്, ചോറ് വെക്കുന്ന അരി. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ അതാ ജീരകവും കുരുമുളകും ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ അരി ഞാൻ മട്ടേരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു നാഴി മട്ടേരി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിനെ കുറച്ച് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഒരു മരാന്നാവില്ലേ, അതുപോലെ വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ഇതെല്ലാം ചൂടാറിയ ശേഷം എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കറിവേപ്പില ഇടണം കേട്ടോ. അത് ഈ അരി നന്നായിട്ട് ഒന്ന് വറുത്ത ശേഷം നമുക്ക് കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറുക്കാം. അപ്പൊ അരി ഇത് നന്നായി പൊരിപൊരാന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കാം കേട്ടോ.
കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ അതാ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ. കറിവേപ്പില ഒന്ന് നല്ല എന്താ പറയാ ക്രിസ്പി പോലെ ആവണം കേട്ടോ. അപ്പൊ ഇതാ കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എല്ലാം റെഡി ആയിട്ടോ. മുളക് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ മുളക് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഉഴുന്നും കടലപ്പരിപ്പും കുരുമുളകും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ലാസ്റ്റ് ഒരു വറുക്കലും കൂടി ഇട്ടാ കുറച്ചു നേരം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് കുറച്ചു നേരം കേട്ടോ, കുറച്ചു നേരം എല്ലാം കൂടി മിക്സ് ചെയ്തിടാ. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ടിട്ട്. അപ്പൊ മിക്സിയൊക്കെ ഞാൻ കഴുകി ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി കുറച്ച് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല പൊടിക്കുമ്പോ. അപ്പൊ അതൊക്കെ കഴുകി കമത്തി തുടച്ച് വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ചൂടാറണം കേട്ടോ. ഇതൊന്ന് നന്നായി ചൂടാറിയ ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഇഡ്ലിപ്പൊടിക്കുള്ളത് എല്ലാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ, നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. മിക്സി ഞാനിത് അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ മിക്സി ഞാനിത് നന്നായി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും പാടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരാം. ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണം കിട്ടത് അരി വറുത്തതും പിന്നെ കടലയുടെ പിന്നെ അതുപോലെ ഉഴുന്നും കറിവേപ്പില അതിന്റെ ഒക്കെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് പൊടിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോ തുമ്മലൊക്കെ ഉള്ളവർക്ക്, അലർജി ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോ തുമ്മാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാനിത് 2 പ്രാവശ്യമായിട്ട് അരയ്ക്കാം കേട്ടോ. കുറച്ചധികം തന്നെ ഉണ്ട്, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് അരയ്ക്കല്ല പൊടിക്കുക, നന്നായി പൊടിക്കണം കേട്ടോ ഇത്. അപ്പൊ ഇതൊന്നും ഞാൻ പൊടിച്ചിട്ട് വരാം. ഇഡ്ലിപ്പൊടിയൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം എല്ലാം പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഇഡ്ലിപ്പൊടി പൊടിച്ചു കേട്ടോ. അപ്പൊ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ അത് 2 പ്രാവശ്യം ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇഡ്ലിപ്പൊടി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഡപ്പിയിലാക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പാലക്കാടൻ ഇഡ്ലിപ്പൊടി ഇങ്ങനെയാണ് കേട്ടോ റെഡിയാക്കുക. അപ്പൊ എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ദോശയും പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് വേണമെങ്കിൽ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഡപ്പിയിലാക്കാം കേട്ടോ. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. പിന്നെ ഇഡ്ലിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയ ശേഷം ഞാനിതാ മുട്ട മസാലയിൽ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉച്ചയ്ക്ക് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. വേവിച്ചിട്ട് കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പും കൂടി വെളിച്ചെണ്ണയിൽ പരത്തിയിട്ട് പിന്നെ മുട്ടയിലൊക്കെ ഒന്ന് തേച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഉച്ചയ്ക്കുള്ളത് ഇതാണ് കേട്ടോ. പിന്നെ അപ്പൊ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇന്നത്തെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അതാ നമ്മള് മുട്ട വേവിച്ചതിന് മസാലയൊക്കെ പുരട്ടി എണ്ണയിലിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഫ്രൈ ആയിട്ടോ, അത്രേ ഉള്ളൂ. നമുക്കൊന്ന് എണ്ണയിലിട്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതി. കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ കേട്ടോ. പക്ഷെ ഈ മുട്ട ഇതിട്ടതുകൊണ്ട് തന്നെ കുറെ അധികം എണ്ണ വരുന്നുണ്ട്. അപ്പൊ അതാ നമുക്ക് മുട്ടയിൽ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്കൊന്നിങ്ങനെ അരികിലേക്ക് ചേർത്തി വെക്കാം കേട്ടോ. എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് അതിന് ശേഷം നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണുക. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.